കുട്ടികളെല്ലാം അസംബ്ലി ചേരുന്നതിനായി സ്കൂൾ മൈതാനത്തേക്ക് പോയി. നീലിമ, നീ അസംബ്ലിക്ക് വരുന്നില്ലേ? എനിക്ക് തലവേദനയാണ്. അസംബ്ലിക്ക് ഞാനില്ല. കുട്ടികളെല്ലാം പോയി. ക്ലാസ്സിൽ മറ്റാരുമില്ലായിരുന്നു. മഞ്ജിമ അവളുടെ ബാഗിൽ 500 രൂപ വെക്കുന്നത് ഇന്ന് രാവിലെ കണ്ടതാണ്. ആരും അറിയില്ല. ഇത് തന്നെ പറ്റിയ സമയം. മഞ്ജിമയുടെ ബാഗിൽ നിന്ന് അവൾ കാശെടുത്തു. എന്നിട്ട് ഹിന്ദി നോട്ട്ബുക്കിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. അസംബ്ലി കഴിഞ്ഞ് കുട്ടികളെല്ലാം ക്ലാസ്സിലെത്തി. നിന്റെ തലവേദന എങ്ങനെയുണ്ട്? ഈ മരുന്ന് പുരട്ടിക്കോ. ഞാൻ സിക്ക് റൂമെന്ന് വാങ്ങിയതാ. അല്പം കഴിഞ്ഞ് അഭിലാഷ് സാർ ക്ലാസ് എടുക്കുകയായിരുന്നു. സാറേ, എന്റെ കാശ് കാണാനില്ല. ആരെങ്കിലും മഞ്ജിമയുടെ കാശ് എടുത്തിരുന്നോ? പണമെടുത്തവർ തിരിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഗാന്ധിജിയുടെ കഥ. ജ്യേഷ്ഠൻ പ്രേരിപ്പിച്ചപ്പോൾ ഗാന്ധിജി ഒരിക്കൽ സ്വർണം മോഷ്ടിച്ചു. പിന്നീട് കുറ്റബോധം തോന്നി അദ്ദേഹം അത് അച്ഛനെ എഴുതി അറിയിച്ചു. മകന്റെ കുറ്റസമ്മതം കണ്ട് അച്ഛൻ കരഞ്ഞു. മഞ്ജിമ, ഇങ്ങ് വരൂ. ഇത് 500 രൂപ. ഇത് മാഷിന്റെ കാശല്ലേ? സാരല്ലേ, മോള് വെച്ചോ. ഇതെല്ലാം കണ്ടപ്പോൾ നീലിമയ്ക്ക് ശരിക്കും തലവേദനിക്കുന്നതായി തോന്നി. അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അഭിലാഷ് സാർ സ്റ്റാഫ് റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നീലിമ കണ്ടു. മാഷേ, ഇത് 500 രൂപ. ഞാനാണ് കാശ് എടുത്തത്. സാരല്ല മോളെ, ഇനി ചെയ്യാതിരുന്നാ മതി കേട്ടോ. മോള് സത്യം തുറന്നു പറഞ്ഞല്ലോ. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. എന്നാൽ അത് തിരുത്താൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥ നല്ല കുട്ടികൾ.